ഇന്ന് എൻ്റെ ഉമ്മി ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫുൾ വീഡിയോ കണ്ടിട്ട് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരുന്നത് ഒരു പാസ്ത റെസിപ്പിയാണ്. ഈ പാസ്ത നമ്മളുടെ ഒരു ഇന്ത്യൻ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഒരു ഇന്ത്യൻ ടച്ചിൽ ചെയ്യുന്ന ഒരു പാസ്തയാണ്. സാധാരണ പാസ്തയൊക്കെ നമ്മളൊരു ഇറ്റാലിയൻ റെസിപ്പിയൊക്കെ നോക്കി ചെയ്യുമ്പോൾ പൊതുവെ നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവർക്കൊന്നും അത്ര ഇഷ്ടപ്പെടാറില്ല. പക്ഷേ നമ്മളിതൊരു ഇന്ത്യൻ സ്റ്റൈലിൽ ചെയ്യുമ്പോൾ തന്നെ അത് മുതിർന്നവർക്ക് കഴിക്കാൻ അവർക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ട് അത് ഈ ഒരു രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എങ്ങനെ തുടങ്ങണ്ടേന്ന് ഞാൻ പറയാം. ഇതിവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഹാഫ് പാക്കറ്റ്, ഒരു 500 ഗ്രാം പാക്കറ്റിൻ്റെ ഹാഫ് പാക്കറ്റ് പാസ്ത എടുത്തിട്ടുണ്ട്. 250 ഗ്രാം വരും. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് താളിക്കാനുള്ള കടുക്, കറിവേപ്പില, പിന്നെ കുറച്ച് വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ. ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു 1 ഇഞ്ച് പീസ് ഒരു ഇഞ്ചിയും കൂടെ ചോപ്പ് ചെയ്തെടുത്തതാണിത്. പിന്നെ ഒരു 2 ചെറിയ സവോള എടുത്തിട്ടുണ്ട്, ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ടൊമാറ്റോ പ്യൂറി ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഓപ്ഷണലായിട്ടുള്ള നമ്മുടെ കുറച്ച് വെജീസാണ്. കുറച്ച് ക്യാപ്സിക്കം, പിന്നെ ഒരു ചെറിയ ക്യാരറ്റ്, പിന്നെ കുറച്ച് സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പ് നമുക്ക് ആവശ്യമാണ്, കെച്ചപ്പ് ആവശ്യമായിട്ട് വരും. പിന്നെ സ്പൈസസ് ഇപ്പോൾ ഒരു ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെപ്പർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത് സ്പൈസസ്. അപ്പോൾ പിന്നെ 1-2 ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടി വരുന്നുണ്ട്. അത് വളരെ വളരെ ഓപ്ഷണലാണ്. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ പാസ്ത വേവിക്കാനായിട്ട് അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ്, നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് നമ്മൾ പാസ്ത ഇട്ട് കൊടുക്കാം. അപ്പം ഒരു ഒരു ഹാഫ് പാക്കറ്റ് പാസ്ത, ഒരു 250 ഗ്രാം വരും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചു. പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഉണ്ടാവും. എണ്ണ ചൂടാവുമ്പോൾ കടുകിടാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ കറിവേപ്പില ഇടാം. അപ്പോൾ കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചോപ്പ് ചെയ്തത് അതും ഇട്ട് കൊടുക്കാം. അത് ചോപ്പ് ചെയ്യുമ്പോൾ ഒരുപാടുള്ളതുപോലെ തോന്നും, പക്ഷേ ഈ കാര്യമാക്കട്ടെ. അതൊന്ന് സോട്ടാവുമ്പോൾ നമുക്ക് ഒണിയൻ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒണിയൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിക്കാം. ഒണിയൻ ട്രാൻസ്പെറൻ്റ് ആയി തുടങ്ങുമ്പം തന്നെ, ഒരുപാട് വഴഞ്ഞു പോകണ്ട, ട്രാൻസ്പെറൻ്റ് ആയി തുടങ്ങുമ്പം തന്നെ ഒരു ഗ്ലാസി ഒരു ഇത് വരുമ്പം തന്നെ നമുക്ക് ബാക്കിയുള്ള വെജീസ് ആഡ് ചെയ്യാം. ക്യാരറ്റ്, ക്യാപ്സിക്കം ആഡ് ചെയ്ത് നമ്മളൊന്ന് കളർഫുൾ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇതിനൊപ്പം തന്നെ നമ്മുടെ പാസ്ത വെന്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വേവ് നോക്കുക. ഇപ്പം വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഊറ്റി ഒന്ന് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ പാസ്ത വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട്
ക്യാരറ്റും ക്യാപ്സിക്കവും എല്ലാം ആവശ്യത്തിന് ഒന്ന് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിക്കാം. ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല, അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. പൊടിയൊക്കെ മൂത്ത് വന്നപ്പോൾ നമുക്ക് ഇനിയാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ടൊമാറ്റോൻ്റെ പ്യൂരി, അത് ഒരു തക്കാളി ജസ്റ്റ് മിക്സിയിൽ ഇത് ഗ്രൈൻഡ് ചെയ്തെടുത്താണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് ഉപ്പ് ആഡ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഇനി ഉപ്പല്ല ആഡ് ചെയ്യുന്നതെങ്കിൽ ഒരു ഓപ്ഷനുണ്ട്, മാഗി ക്യൂബ്സ്, ചിക്കൻ ക്യൂബ്സ് ആണിത്. ഇത് നമുക്ക് ഒരെണ്ണം ആഡ് ചെയ്യാം. ഇനി ഇതില്ല, ഇത് ഓപ്ഷണലാണ്. ഇതില്ലെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന്. അപ്പോൾ ഇപ്പം ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ചിക്കൻ ക്യൂബാണ്. ഇതിൻ്റെ ഒരു ക്യൂബ് എടുത്ത് ഞാനത് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഈ സമയത്ത് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ വീണ്ടും കുറച്ച് അഡീഷണൽ ചേർക്കാം. പക്ഷേ ഈ ഉപ്പ് മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് തന്നെ മതിയാണ്. ഇതാണ് കണക്ക്, എൻ്റെ കണക്ക് ഇങ്ങനെയാണ്. പിന്നെ ഇതിലേക്ക് ഇനി നമുക്ക് സ്വീറ്റ് കോൺ ആഡ് ചെയ്ത് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് സ്വീറ്റ് കോൺ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനൊരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റ് അടച്ചു വയ്ക്കുക. അപ്പോൾ അത് എണ്ണയൊക്കെ ഒന്ന് തെളിയുന്നത് പോലെ വരും. ആ സമയത്ത് നമുക്ക് വേവിച്ച പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഏകദേശം 2 മിനിറ്റ് അടുപ്പിച്ചായി. ഇപ്പോൾ നമുക്കിതിനകത്തേക്ക് ഇപ്പം സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുത്ത് യോജിപ്പിക്കണം. നന്നായി യോജിപ്പിക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് യോജിപ്പിച്ചെടുത്തിട്ട് ലാസ്റ്റ് ഒരു സാധനമുണ്ട്, അത് വളരെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. അത് പാസ്തയിലൊക്കെ പാസ്തയുടെ ഒരു പടമൊക്കെ ആയിട്ടാണ് അത് വരുന്നത്. നെസ്ലയുടെ ക്രീം എന്ന് പറയും. ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ ഒരു റിച്ച്നെസ് വരും. അപ്പോൾ കുട്ടികൾക്ക് അഥവാ കുറച്ച് എരിവ് കൂടുതലാണെങ്കിൽ കുട്ടികളത് മാനേജ് ചെയ്ത് കഴിച്ചോളും. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് പാസ്ത. ഈ സ്പൂൺ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കളർ അങ്ങ് മാറും, ഒരു ലൈറ്റ് പീച്ച് കളറൊക്കെ ആയിട്ട് അത് വരും. അപ്പോൾ നല്ല ഒരു ലുക്കിനും നല്ല ഒരു പ്രസൻസാണ്. അപ്പോൾ കുട്ടികൾക്ക് താല്പര്യമാണ് കഴിക്കാൻ. ഇനിയിപ്പോൾ നമുക്ക് സെർവ് ചെയ്യാൻ സമയമായി. സെർവ് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ആവി പറക്കുന്ന പാസ്ത വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.